നമസ്കാരം. പമ്പയ്ക്ക് പുളകമായി വഞ്ചിപ്പാട്ടും പാടിയെത്തിയ കരക്കാർ. മഴ മാറി നിന്ന പകൽ. ക്ഷേത്രക്കടവിൽ കാത്തുനിന്ന വഴിപാടുകാർ. തെളിഞ്ഞ മനസ്സോടെ കരക്കാരും വഴിപാടുകാരും പാർത്ഥസാരഥിക്ക് മുന്നിൽ ഹരികൃഷ്ണ മന്ത്രം ഉരുവിട്ട് തൂശനിലയിൽ വിഭവങ്ങൾ വിളമ്പിയതോടെ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കം. മഹാപ്രളയവും കോവിഡ് മഹാമാരിയും സൃഷ്ടിച്ച നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഭക്തർക്കുണ്ടായ ബുദ്ധിമുട്ടുകളില്ലാതെയാണ് ഇത്തവണ വള്ളസദ്യകൾ ആരംഭിച്ചത്. ഇനിയുള്ള 72 ദിവസം 52 പള്ളിയോട കരകളിലും വള്ളസദ്യയുടെ രുചിക്കാലം കൂടിയാണ്. വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ കഴിഞ്ഞകാല താളപ്പിഴ വരുത്തിയ കാലം മറന്നുകൊണ്ടാണ് ആറന്മുള പാർത്ഥസാരഥിയുടെ മണ്ണിൽ വീണ്ടും വള്ളസദ്യക്കാലത്തിന് തുടക്കം കുറിച്ചത്. പൊൻപ്രകാശം വിതരുന്ന വിളക്കത്ത് വിളമ്പണം എന്ന് തുടങ്ങിയ വഞ്ചിപ്പാട്ടോടെയാണ് വിളക്കിന് മുൻപിൽ ഈശ്വര സങ്കല്പത്തിൽ വിഭവങ്ങൾ വിളമ്പിയത്. അഭിഷേക തീർത്ഥം വേണം, കളഭകുങ്കുമം വേണം എന്ന വഞ്ചിപ്പാട്ടോടെ പ്രസാദവും സ്വീകരിച്ച് തുടർന്ന് മഹാവിഭവങ്ങൾ ഒരുക്കിയുള്ള സദ്യ കരക്കാർ സ്വീകരിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് ശേഷം കൊടിമര ചുവട്ടിൽ ഒരുക്കിയിരുന്ന നിറവറകൾ ഭഗവാന് സമർപ്പിച്ച് നെൽപ്രസാദവും വാങ്ങി കരക്കാർക്ക് ദക്ഷിണ നൽകി വഴിപാടുകാരൻ തിരികെ യാത്രയായതോടെ ആദ്യ ദിന വഴിപാടിന് സമാപനമായി. വഴിപാടുകാരനെ ഈശ്വരന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന വഞ്ചിപ്പാട്ട് പാടിയാണ് കരക്കാർ മടങ്ങിയത്. കരകളുടെ നാഥനായ ആറന്മുള പാർത്ഥസാരഥിക്ക് മുന്നിൽ ഇനിയുള്ള 72 ദിവസം നിലയ്ക്കാതെ വഞ്ചിപ്പാട്ട് മുഴങ്ങും. രുചിയുടെ പെരുമ പേറുന്ന ആറന്മുളയിലെ 64 വിഭവങ്ങൾ പാട്ടിനൊപ്പം ഇലയിലെത്തും. ഉപ്പിലിട്ടത് മുതൽ 5 തരം പായസം വരെ നീളുന്ന സദ്യ. ഇലയിൽ വിളമ്പുന്ന 44 വിഭവങ്ങൾക്ക് പുറമെ തൊഴിലുകാർ പാടി ചോദിക്കുന്ന 20 വിഭവങ്ങളും രുചിയുടെ താളപ്പെരുമ തീർക്കുന്നവയാണ്. ആചാരങ്ങളിൽ അണുവിട വ്യത്യാസമില്ലാതെ നടത്തുന്ന വള്ളസദ്യ വഴിപാട് സ്വീകരിക്കാൻ പള്ളിയോടങ്ങളെത്തും. ആദ്യ ദിനം ആദ്യമായി എത്തിയത് മാരാമൺ പള്ളിയോടമായിരുന്നു. ഇട്ടശ്ശേരിമല കിഴക്ക്, തോട്ടപ്പുഴശ്ശേരി, വെൺപാല, തെക്കേമുറി, മല്ലപ്പുഴശ്ശേരി, മേലുകര, കോറ്റാത്തൂർ, ഇടനാട്, തെക്കേമുറി കിഴക്ക്, ആറാട്ടുപുഴ എന്നീ 10 പള്ളിയോടങ്ങളാണ് ആദ്യ ദിനത്തിൽ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പമ്പയിലൂടെ പാടി തുഴഞ്ഞ് കടവിലേക്ക് എത്തിയത്. പള്ളിയോട് സേവാസംഘം പ്രസിഡന്റ് KV സാമ്പദേവന്റെ അധ്യക്ഷതയിൽ ആനക്കൊട്ടിലിൽ ഭദ്രദീപം തെളിയിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശേഷം തൂശനിലയിൽ വിഭവങ്ങൾ വിളമ്പി അദ്ദേഹം വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചു. ചീഫ് വിപ്പ് പ്രൊഫസർ N ജയരാജ്, അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ MLA, ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് P രാജപ്പൻ, ദേവസ്വം ബോർഡ് അംഗങ്ങളായ G സുന്ദരേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. 52 കരകളിലെ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വള്ളസദ്യ ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കും. വള്ളസദ്യയുടെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്.
ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ദിവസേന ആയിരക്കണക്കിന് ഒക്ടോബർ 2 വരെ ഇത് നീണ്ടു നിൽക്കും. ദിവസേന ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഈ സദ്യ കഴിക്കുവാൻ വേണ്ടി എത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുണ്ട്. വളരെ സംതൃപ്തമായ ഒരു വിശ്വാസികൾക്ക് ഇവിടെ എത്തുവാനും സംതൃപ്തമായി സദ്യ കഴിച്ച് മടങ്ങുവാനും സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും വള്ളസദ്യ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇത്രയും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിവ്യൂ മീറ്റിംഗ് കാര്യങ്ങളും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾ, അത് PWD ആവട്ടെ, ബാക്കി വാട്ടർ അതോറിറ്റി ആവട്ടെ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ്, ഫയർഫോഴ്സ് എല്ലാ അറേഞ്ച്മെന്റ്സും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ സൗകര്യപ്രദമായി തന്നെ വന്ന് വള്ളസദ്യ ഉണ്ട്. ബാക്കി വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഫോർമുകൾ അറേഞ്ച്മെന്റ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇനി ഒരു വേണം അത്യാവശ്യം തോന്നുകയാണെങ്കിൽ മിഡിൽ ഒരു റിവ്യൂ കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി അറേഞ്ച്മെന്റ്സ് അവലോകനം ചെയ്യാൻ.